ഹലോ ഗൈസ്, എല്ലാവരും ഇപ്പോൾ ഒരു വൈറ്റ് പേപ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റീസെന്റ് പബ്ലിഷ് ചെയ്ത ഒരു 82 പേജുള്ള ഒരു ഡോക്യുമെന്റ്. എന്താണ് എല്ലാവരും ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം? നമ്മളെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ദ ഹോം ഡിപ്പാർട്ട്മെന്റ് പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത കുറച്ച് സജഷൻസ് ആണ്. ഇതിന്റെ സബ്ജക്ട് ആണ് നമ്മളെ എല്ലാവരും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. റിസ്റ്റോറിംഗ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം. അപ്പൊ നമ്മളെ ഇതിനകത്ത് ബാധിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജോബ് സീക്കർ എന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാലറി ത്രെഷോൾഡ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ RFQ6 ലെവല് അല്ലെങ്കിൽ അതിന്റെ എബോവ് ആണ് മിനിമം റിക്വയർമെന്റ് ആയിട്ട് ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കെയർ വിസ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി തൊട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഉള്ളവരെ തന്നെ മാക്സിമം കെയർ സെക്ടറിലേക്ക് അവർ ഹയർ ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്സ് ആണ് അതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇനി കെയറേഴ്സ് ആയിട്ട് വരാൻ മിക്കവാറും പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഓൾറെഡി ഉള്ളവരെ ഇത് ബാധിക്കില്ലെങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഓവർസീസ് കാൻഡിഡേറ്റ്സിനെ അവർ കെയറർ വിസ വഴി എടുക്കുന്നുണ്ടാവില്ല. ഇവിടെ ഉള്ളവരെ തന്നെ ആയിരിക്കും മാക്സിമം ഹയർ ചെയ്തുണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കെയർ സെക്ടറിലേക്ക് കൺവേർട്ട് ആവാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടെ ഈസി ആവാൻ ചാൻസ് ഉണ്ട്. പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ഇവിടെ വരുന്ന PSW വന്ന് വർക്ക് ചെയ്ത് നമുക്കൊരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കണം എന്നൊരു ആഗ്രഹമായിട്ട്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തൊരു മെയിൻ തിങ് ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ PSW ടൈം പീരീഡ് 24 മന്ത്സ് 2 വർഷമായിരുന്നു. അതിൽ നിന്ന് കട്ട് ചെയ്ത് 18 മന്ത്സിലേക്ക് ചുരുക്കാനുള്ള ഒരു സജഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനെ അത് ഒരുപാട് എഫക്ട് ചെയ്യും. കാരണം നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള ടൈമാണ് ഇവർ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ അത് നമ്മളെ എന്തായാലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റൂള് നിലവിൽ വന്നാൽ. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിന്റെ കാര്യം, ലാംഗ്വേജ് റിക്വയർമെന്റും ഒക്കെ സജഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മളെ എത്രയും പെട്ടെന്ന് നമ്മളെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പൊ ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് തുടങ്ങുക പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് തരാം. അപ്പൊ അവര് നമുക്കൊരു വാർണിംഗ് പോലെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത് നിലവിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം ആക്ച്വലി ക്രൂഷ്യൽ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് പെട്ടെന്ന് തന്നെ നമ്മളെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള സംഭവം. ബാക്കി PR-ഉം ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ടൈം ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ PSW നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഈ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം വരാൻ. ഇനി സ്റ്റുഡന്റ് വിസയിൽ വരാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ UK-ലേക്ക് വരാനായിട്ട്. ഇതൊക്കെയാണ് റീസെന്റ് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ നോക്കിക്കാണുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് നോക്കിക്കാണാം. ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ.